വാർത്തയിലേക്ക്. കൊച്ചി വൈറ്റിലയിൽ യുവതിയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു. പൊന്നുരുന്നി സ്വദേശി ഷാജിയാണ് കസ്റ്റഡിയിലായത്. ഇന്ന് പുലർച്ചെയാണ് ട്രാക്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ ആദ്യം തന്നെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. പോലീസ് പറഞ്ഞിരുന്നത് ഒരുപക്ഷെ അത് മറ്റെവിടെയെങ്കിലും കൊലപാതകം നടത്തിയ ശേഷം ആ ട്രാക്കിൽ കൊണ്ടുവിട്ടതാകാമെന്നാണ്. പോലീസിന് പ്രതിയെക്കുറിച്ചുള്ള സൂചനകളും നേരത്തെ തന്നെ ലഭിച്ചിരുന്നതായുള്ള വിവരങ്ങൾ കൂടിയുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ്. പ്രതി ഷാജി പിടിയിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലഭിക്കുന്നു. കൂടുതലായി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തുവിടുന്നുണ്ടോ? CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. രാവിലെ തന്നെ പോലീസ് സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ ഈ പൊന്നുരുന്നി സ്വദേശി യുവതിയും ഈ കാറിൽ വന്നിറങ്ങുന്നതും റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷം ഷാജി ഒറ്റയ്ക്ക് തിരികെ കാറിൽ പോകുന്നതും കണ്ടിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ ഷാജിയുടെ ഷർട്ടിൽ രക്തക്കറ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പൊന്നുരുന്നിൽ നിന്ന് തന്നെയാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തെളിവെടുപ്പിനടക്കം കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ നടന്ന കൊലപാതകത്തിലാണ് ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മരട് പോലീസ് ഈ പ്രതിയെ പിടികൂടുന്നത്. പൊന്നുരുന്നി സ്വദേശി ഷാജിയെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാളെ പൊന്നുരുന്നിൽ വെച്ച് തന്നെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇവിടെ വീട്ടിൽ നിന്നാണോ പിടികൂടിയിട്ടുള്ള കാര്യം വ്യക്തമല്ല. പൊന്നുരുന്നിൽ തന്നെയാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. ഏതായാലും ഇയാൾ ഇപ്പോൾ നിലവിൽ ഇയാൾ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജിൽസി. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.